ആദ്യം കോൺട്രാക്റ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ് വാലിഡ് ആകുന്നത്, നിങ്ങളുടെ ബാങ്കിൽ എവിടെയൊക്കെയാണ് ഈ കോൺട്രാക്റ്റുകൾ വരുന്നത്, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. അതിന്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് വരെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു ബാങ്കർ എന്ന നിലയിൽ നിങ്ങൾ ദിവസവും ഒരുപാട് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്, അല്ലേ? ഈ ഓരോ ഇടപാടിന്റെയും അടിത്തറ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ദ കോൺട്രാക്റ്റ്. നമുക്കതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പരീക്ഷയ്ക്ക് വേണ്ടി ഇതൊന്നോർത്തുവച്ചോളൂ. എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റുകളാണ്, പക്ഷേ എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റുകളല്ല. എന്താ അതിന്റെ കാരണം? വളരെ സിമ്പിളാണ്. ഒരു അഗ്രിമെന്റിന് നിയമപരമായ പിൻബലമുണ്ടാകുമ്പോൾ, അതായത് നിയമപരമായിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റായി മാറുന്നത്. കണ്ടില്ലേ, ഏതൊരു കോൺട്രാക്റ്റും എപ്പോഴും തുടങ്ങുന്നത് ഒരു പ്രപ്പോസലിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ഓഫറിൽ നിന്ന്. ഇവിടെ ഒരാൾ തന്റെ കാർ വിൽക്കാൻ തയ്യാറാണെന്ന് മറ്റൊരാളെ അറിയിക്കുന്നു. അവിടെയാണ് തുടക്കം. അപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ആരാണോ ഓഫർ വെക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ പ്രോമിസർ എന്ന് പറയും. ആ ഓഫർ ആരാണോ സ്വീകരിക്കുന്നത് അയാളാണ് പ്രോമിസി. ഈ രണ്ട് വാക്കുകളും മറക്കരുത്, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു എഗ്രിമെന്റ് സാധുവാകണമെങ്കിൽ ഈ പറയുന്ന നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കൺസെൻസസ് ആഡ് ഐറ്റം. എന്താണിത്? അതായത് രണ്ടുപേരും ഒരേ കാര്യത്തെപ്പറ്റി ഒരേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളല്ലേ? അപ്പോൾ ഒരു വെറും എഗ്രിമെന്റ് എങ്ങനെയാണ് നിയമപരമായിട്ടൊരു കോൺട്രാക്റ്റായി മാറുന്നത്? അതിന് 5 താക്കോലുകളുണ്ട്, അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. നമുക്കവ ഓരോന്നായിട്ട് നോക്കാം. ഇതിനെ ഒരു ചെക്ക് ലിസ്റ്റായിട്ട് കണ്ടാൽ മതി. ഈ 5 കാര്യങ്ങളും ടിക്ക് ചെയ്താൽ മാത്രമേ ആ കോൺട്രാക്റ്റിന് നിയമസാധുതയുണ്ടാവുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായാൽ പോലും ആ കോൺട്രാക്റ്റ് വാലിഡ് ആവില്ല. ഇതിൽ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പകരമായി എന്ത് കിട്ടുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. അതായത് സംതിങ് ഇൻ റിട്ടേൺ. നിങ്ങളൊരു കാർ വാങ്ങുന്നു, നിങ്ങൾക്ക് കാർ കിട്ടുന്നു, വിൽക്കുന്നയാൾക്ക് പണം കിട്ടുന്നു. അതാണ് കൺസിഡറേഷൻ. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ 2 കൂട്ടരുടെയും പൂർണ്ണ സമ്മതം വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളെ ഭീഷണിപ്പെടുത്തിയോ തെറ്റിദ്ധരിപ്പിച്ചോ ഒരു ലോൺ എഗ്രിമെന്റിൽ ഒപ്പിടുവിച്ചാൽ അതിനെന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല. അതാണ് ഫ്രീ കോൺസെന്റ്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ തിയറി പറഞ്ഞു. ഇനിയിത് നിങ്ങളുടെ ബാങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കിയാലോ? നിങ്ങളൊരു കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കോൺട്രാക്റ്റാണ്, പക്ഷേ അതിന്റെ സ്വഭാവം ഇടപാടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഡെറ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. ലോൺ കൊടുക്കുമ്പോഴോ നേരെ തിരിച്ച്. ഒരു സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ കൊടുക്കുമ്പോഴോ അത് ലെസ്സർ ലെസ്സി ബന്ധമായി. കണ്ടില്ലേ? ഇനി നമ്മൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദ്യം വരുന്ന ഒരു ഭാഗത്തേക്കാണ്. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഷീൽഡ് എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രത്യേകതരം കോൺട്രാക്റ്റ്, ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഈ ചിത്രം കണ്ടാൽ തന്നെ കാര്യം പിടികിട്ടും. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ലളിതമായി നഷ്ടങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ്. നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം എന്നൊരു വാക്കാണത്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻഡെംനിറ്റി ഹോൾഡർ, അതായത് സംരക്ഷിക്കപ്പെടുന്നയാൾ, തനിക്ക് ശരിക്കൊരു നഷ്ടം സംഭവിച്ചു എന്ന് തെളിയിക്കണം. എങ്കിൽ മാത്രമേ ക്ലെയിം കിട്ടുകയുള്ളൂ. സെക്ഷൻ 125. ഇത് കാണാതെ പഠിച്ചോളൂ. ഇൻഡെംനിറ്റി ഹോൾഡറിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അയാൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം, കേസ് നടത്താനുണ്ടായ ചിലവുകൾ, ഒത്തുതീർപ്പ് തുക, ഇതെല്ലാം ഇതിൽപ്പെടും. ശരി, ബേസിക്സ് നമ്മൾ പഠിച്ചു. ഇനി ഇൻഡെംനിറ്റിയുടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാം. പരീക്ഷയിൽ നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ആക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ. ഇൻഡെംനിറ്റി 2 തരത്തിലുണ്ട്. 1 എക്സ്പ്രസ്, അതായത് നമ്മൾ എഴുതിക്കൊടുക്കുന്നത്. 2 ഇംപ്ലൈഡ്, അത് സാഹചര്യങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു ബ്രോക്കർ വ്യാജമായ ഒരു പ്രോമിസറി നോട്ട് ബാങ്കിന് വിൽക്കുമ്പോൾ അവിടെ എഴുതിവെച്ചില്ലെങ്കിലും ഒരു ഇംപ്ലൈഡ് ഇൻഡെംനിറ്റി ഉണ്ട്. ഇവിടെ നിയമത്തിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. ഇൻഡെംനിഫയർ എപ്പോഴാണ് പൈസ കൊടുക്കേണ്ടത്? ചില കോടതികൾ പറയുന്നു നഷ്ടം വന്നതിനു ശേഷം കൊടുത്താൽ മതിയെന്ന്. എന്നാൽ മറ്റു ചില കോടതികൾ പറയുന്നു അയ്യോ, അത്രയും കാത്തിരിക്കേണ്ട, നഷ്ടം വരുമെന്നുറപ്പായാൽ തന്നെ കൊടുക്കണമെന്ന്. ഈ 2 വാദങ്ങളും നിലവിലുണ്ട്. ശ്രദ്ധിക്കുക, പരീക്ഷയിൽ പലരെയും വീഴ്ത്തുന്ന ഒരു ട്രാപ്പാണിത്. നോട്ടീസ് റിക്വയർമെന്റ്സ്, അതായത് ഒരു ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള നോട്ടീസ് പീരീഡ്. ഇത് വളരെ സിമ്പിളാണ്. കോൺട്രാക്റ്റിൽ ഒരു നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുത്തിരിക്കണം. ആ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടേക്കാം.
അപ്പോൾ പോകുന്നതിന് മുൻപ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ഒരു ഫൈനൽ റിവിഷൻ. ഒരു കോൺട്രാക്റ്റിന് വേണ്ട 5 കാര്യങ്ങൾ. ഇൻഡെംനിറ്റിയിലെ 2 കക്ഷികൾ, ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും, സെക്ഷൻ 125 പ്രകാരമുള്ള അവകാശങ്ങൾ, എക്സ്പ്രസ് ഇംപ്ലൈഡ് ഇൻഡെംനിറ്റി തമ്മിലുള്ള വ്യത്യാസം, പിന്നെ ബാങ്കിങ്ങിലെ പലതരം ബന്ധങ്ങൾ. ഇതെല്ലാം പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്.